എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്ലോകം 21 തൊട്ട് വായിക്കാം. 4-ാം അധ്യായത്തിൽ ശ്ലോകം 21. പശ്ചാധർമാ സ്വരാബ്ധ സാഭ്യാം സന്താനഹേതവേ ശോഭോ ഹിരണ്യവാസാംസി ദീനേഭ്യോ യച്ഛതഃസദാ. പശ്ചാധർമ്മ സമാരബ്ധ സാഭ്യാം സന്താനഹേതവേ ഗോപോ ഹിരണ്യവാസാംസി ദീനേഭ്യോ യച്ഛതഃസദാ. അനന്തരം അവർ രണ്ടുപേരും സന്താനലാഭത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് യാചകന്മാർക്ക് പശു, ഭൂമി, സ്വർണം, വസ്ത്രങ്ങൾ മുതലായ പദാർത്ഥങ്ങളെ എപ്പോഴും ദാനം ചെയ്യുവാൻ തുടങ്ങി. ശ്ലോകം 22. ധനാർത്ഥം ധർമ്മമാർഗേണ താഭ്യാം നീതം ദദാഭിജ ന പുത്രോ നാഭിവാ പുത്രേ തദച്ഛിന്താതുരോദൃശം. ധനാർത്ഥം ധർമ്മമാർഗേണ താഭ്യാം നീതം ദദാഭിജ ന പുത്രോ നാഭിവാ പുത്രേ തദച്ഛിന്താതുരോദൃശം. ഗൃഹത്തിലുണ്ടായിരുന്ന ധനത്തിൻ്റെ അർദ്ധാംശം ദാനധർമാദികൾക്കായിട്ട് ചിലവ് ചെയ്തു. എന്നിട്ടും പുത്രനാകട്ടെ പുത്രിയാകട്ടെ ജനിച്ചില്ല. അതിനാൽ അവർ രണ്ടുപേരും ഏറ്റവും ദുഃഖിതരായി ഭവിച്ചു. ശ്ലോകം 23. ഏകദാ സവിജോ ദുഃഖ ഗൃഹം ത്യക്ത്വാ ഗത മധ്യാഹ്നേ തൃഷീദോ ജാത തടാകം സമവേയിവാൻ. ഏകദാ സവിജോ ദുഃഖ ഗൃഹം ത്യക്ത്വാ ഗത മധ്യാഹ്നേ തൃഷീദോ ജാത തടാകം സമവേയിവാൻ. ഒരു നാൾ ആ ബ്രാഹ്മണൻ ദുഃഖാധിക്യം നിമിത്തം വീട് വിട്ട് കാട്ടിലേക്ക് പോയി. മധ്യാഹ്ന സമയത്തിൽ ദാഹമുണ്ടായി. ജലപാനത്തിനായിട്ട് തടാകത്തെ പ്രാപിച്ചു. ശ്ലോകം 24. പീത്വാ ജലം വിഷണ്ണസ്തു പ്രജാ ദുഃഖേന ഗർസിത മുഹൂർത്താദഭിതത്രൈവ സന്യാസീ കശ്ചിദാഗതഃ. പീത്വാ ജലം വിഷണ്ണസ്തു പ്രജാ ദുഃഖേന ഗർസിതഃ മുഹൂർത്താദഭിതത്രൈവ സന്യാസീ കശ്ചിദാഗതഃ. വെള്ളം കുടിച്ച് സന്താനഭാവത്തെക്കുറിച്ച് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന 2 നാഴിക കഴിഞ്ഞപ്പോൾ അവിടെ ഏതോ ഒരു സന്യാസി വന്നു ചേർന്നു. അദ്ദേഹം ആരാണ്, എവിടെ നിന്ന് വരുന്നു എന്നൊന്നും അറിഞ്ഞുകൂടാ. ശ്ലോകം 25. ദൃഷ്ട്വാ വീതജലം തന്തു വിപ്രോ യാതസ്തദന്തികം നാത്വാ ച പാദയോസ്തസ്യ നിശ്വസൻ സംസിതസ്ഫുരഃ. ദൃഷ്ട്വാ പീതജലം തന്തു വിപ്രോ യാതസ്തദന്തികം നത്വാ ച പാദയോസ്തസ്യ നിശ്വസൻ സംസിതസ്ഫുരഃ. ജലം പാനം ചെയ്ത ശേഷം ഒരു സ്ഥലത്തിൽ വിശ്രമിക്കുന്ന സന്യാസിയെ കണ്ട ആ ബ്രാഹ്മണൻ സന്യാസിയുടെ സമീപത്ത് ചെന്ന് പാദങ്ങളിൽ നമസ്കരിച്ച് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് മുൻഭാഗത്ത് നിന്നു. ശ്ലോകം 26. യതിരുവാച കഥം രോദിഷി വിപ്രത്വം കാതേ ചിന്താ ബലീയസി വദത്വം സ്വത്വരം മഹ്യം സ്വസ്യ ദുഃഖസ്യ കാരണം. കഥം രോദിഷി വിപ്രത്വം കാതേ ചിന്താ ബലീയസി വദത്വം സ്വത്വരം മഹ്യം സ്വസ്യ ദുഃഖസ്യ കാരണം. സന്യാസി പറഞ്ഞു, ഹേ ബ്രാഹ്മണ, അങ്ങ് വ്യസനിക്കുന്നതായിട്ട് കാണുന്നു. അതിനെന്ത് കാരണം? അങ്ങയെ ബാധിച്ചിരിക്കുന്ന ശക്തിയേറിയ ചിന്ത എന്താകുന്നു? കാലതാമസം കൂടാതെ അങ്ങയുടെ വ്യസന കാരണം എന്നോട് പറയുക. ശ്ലോകം 27. ബ്രാഹ്മണ ഉവാച കിം ബ്രവീമിരുഷേ ദുഃഖം പൂർവപാപേന സഞ്ചിതം മദീയ പൂർവജാസ്തോയം കവോഷ്ണമുപപുഞ്ചതേ. ബ്രവീമീരുഷേ ദുഃഖം പൂർവപാപേന സഞ്ചിതം മദീയ പൂർവജാസോയം കവോഷ്ണമുപപുഞ്ചതേ. കവോഷ്ണം അല്പം ചൂടുള്ളത്, സഞ്ചിതം സമ്പാദിക്കപ്പെട്ടത്, ഉപപുഞ്ചതേ കുടിക്കുന്നു. ഹേ ഋഷേ, എൻ്റെ ദുഃഖത്തെക്കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത് എന്ന് അറിയുന്നില്ല. ജന്മാന്തര ദുരിതത്താൽ ഞാൻ സമ്പാദിച്ചതാണ് ഇതെന്ന് കരുതുന്നു. തർപ്പണാദിയിൽ ഞാൻ പിതൃക്കൾക്കായിട്ട് സമർപ്പിക്കുന്ന ജലത്തെ അല്പം
ചൂടുള്ളതാക്കി തീർത്തിട്ടാണ് അവർ കുടിക്കാറുള്ളതെന്ന് ഞാൻ കരുതുന്നു. ദുഃഖനിശ്വാസം നിമിത്തം വെള്ളം ചൂട് പിടിക്കുന്നുവെന്ന് സാരം. ശ്ലോകം 28. മദത്തം നൈവ ഗൃഹ്ണന്തി പ്രേത്യാ ദേവാദിജാതയഃ പ്രജാ ദുഃഖേന ശൂന്യോഹം പ്രാണാം തെക്തുമിഹാഗതഃ. മദത്തം നൈവ ഗൃഹ്ണന്തി പ്രേത്യാ ദേവാദിജായതഃ പ്രജാ ദുഃഖേന ശൂന്യോഹം പ്രാണാം തെക്തുമിഹാഗതഃ. ഞാൻ സമർപ്പിക്കുന്ന ജലത്തെ ദേവന്മാരും ബ്രാഹ്മണാദികളും സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നില്ല. നിശ്ചയം സന്താനമില്ലായ്മയെക്കുറിച്ചുള്ള ദുഃഖനിമിത്തം മൃതന് തുല്യനായ ഞാൻ പ്രാണത്യാഗം ചെയ്യുവാനായിട്ട് ഇവിടെ വന്നിരിക്കുകയാകുന്നു. ശ്ലോകം 29. ദിഗ്ജീവിതം പ്രജാഹീനം ദിഗ്ഗൃഹം ച പ്രജാം വിനാ ദിഗ്ധനം ചാനപത്യസ്യ ദിക്കുലം സന്തതിം വിനാ. ദിഗ്ജീവിതം പ്രജാഹീനം ദിഗ്ഗൃഹം ച പ്രജാം വിനാ ദിഗ്ധനം ചാനപത്യസ്യ ദിക്കുലം സന്തതിം വിനാ. പ്രജാഹീനന്റെ ജീവിതവും ഗൃഹവും ധനവും കുലവും നിന്ദിക്കത്തക്കതാകുന്നു. ശ്ലോകം 30. പാല്യതേയാ മയാദേനു സസംബന്ധ്യാ സർവധാ ഭവേ യോ മയാ ലോപിതോ വൃക്ഷ സോഭിവന്ദ്യത്തമാശ്രയത്. പാല്യതേയാ മയാദേനു സബന്ധ്യാ സർവദാ ഭവേ യോ മയാ ലോപിതോ വൃക്ഷ സ്വാഭിവന്ദ്യത്തമാശ്രയേത്. യാതൊരു പശുവിനെ ഞാൻ പാലിക്കുന്നുവോ അതും കൂടി സർവപ്രകാരത്തിലും ബന്ധിയായി ഭവിക്കും. യാതൊരു വൃക്ഷത്തെ ഞാൻ നട്ടു നനച്ചു വളർത്തുന്നുവോ അതും കായ്ക്കാത്തതായി ഭവിക്കും. അത്രത്തോളം ഭാഗ്യമില്ലാത്തവനാകുന്നു ഞാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ഓം ശാന്തി ശാന്തി ശാന്തി.